അമ്മ മണി എന്താ ഭയങ്കര ആലോചന? ഒന്നുമില്ല. ഒന്നുമില്ലേ? കൊറേ നേരമായിട്ട് അവരുടെ മോഹം ഭയങ്കര ഡള്ളായിട്ടിരിക്കണമ്മ. എന്ത് പറ്റിയമ്മ? കാര്യം പറ. ഇല്ല മക്കളെ, ഒന്നുമില്ലാതെ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കൂ. കാര്യം പറ. എന്റെ മൂഡ് ശരിയല്ല. എന്ത് പറ്റി? എന്ത് കുഴപ്പം? ഞാൻ പറയാം, പക്ഷെ കളയാക്കരുത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ എന്നെ എടുത്തിട്ട് കളയാക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പിന്നെ നമ്മളെപ്പോഴും അമ്മയെ കളയായിക്കൊണ്ടിരിക്കും. അതല്ലേ ചെയ്യണം, അതുകൊണ്ടല്ലേ പറയാത്ത. എന്തോ നീ പറ അമ്മ, കാര്യം എന്തോന്ന് പറ. എന്തുവാ പറയട്ടാ? പറ. അതെ, എനിക്കിന്ന് രാവിലെ മുതലേ ഒരു തോന്നല്, അച്ഛൻ എന്തോ ഒരു പ്രശ്നം വരാൻ പോവാണെന്ന്. അത് ചുമ്മാ തോന്നുന്നതായിരിക്കും. എന്തെങ്കിലും ആലോചിച്ചോണ്ടിരുന്ന അങ്ങനെ. ചുമ്മാ അതല്ല മക്കളെ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനത്തെ തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല, അറിയാലോ. അങ്ങനെ തോന്നൽ വന്നിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചതായിട്ട് വീട്ടിലുണ്ടായിട്ടുണ്ട്, അറിയാലോ. അങ്ങനെയൊന്നും എപ്പോഴും സംഭവിച്ചിരുന്നില്ല. ഇന്നാൾ എന്തോ ഒരു തോന്നൽ, എന്തോ എനിക്കെന്തോ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞു. എനിക്കെന്തോ പറ്റി? സംഭവിച്ചോ? എന്തെങ്കിലും പറ്റിയോ? ആൾക്ക് അന്ന് വയ്യായി വന്നില്ലേ? ബൈ. ഒന്ന് പോ അമ്മ, എണീറ്റ്. സത്യമാണ്, എനിക്കറിയാം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈ തോന്നൽ എനിക്ക് വന്നിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തോന്നാണോ എന്തോ ദൈവമേ. അമ്മ ഇത് അച്ഛന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നോണ്ട് വന്നത്. ഇത് വേറെ എന്തോ പ്രശ്നമാണ്. വേറെ എന്തോ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനോ കാര്യം എന്തോ ആണ്. അല്ലെങ്കിൽ തന്നെ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വരും. ഇടി അതൊന്നും അല്ല. ഇന്ന് അച്ഛൻ വിളിച്ചിട്ടും ഇല്ല എന്നെ ഫോണില്. അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചില്ലല്ലോ, അതിന്റെ ടെൻഷൻ അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അച്ഛന് സംഭവിക്കാൻ പോണ. അച്ഛൻ എന്തോ സംഭവിക്കാതിരിക്കുന്നത്, തിരക്കായിരിക്കും അവിടെ. പിള്ളേർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല ഓരോ കാര്യങ്ങള്. അമ്മ അത് വിടമ്മ, അതും ആലോചിച്ചോണ്ടിരിക്കല്ലേ എന്തോ. ഇടി നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോ ഒരു പേടി വരൂലേ? നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തോന്നലുണ്ടല്ലോ, ഒരു വല്ലാത്ത ഫീലിംഗ്, എന്തോ ഒരു നെഗറ്റീവ്. ആത്മവിശ്വാസം ഇല്ലാത്തോണ്ട്. ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടെന്നല്ല, അത് പേടിയല്ലേ, ടെൻഷൻ. അത് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഈ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ടെൻഷൻ. പക്ഷെ ആ ഒരു ഫീലിംഗ് അത് അങ്ങനെ വരുമ്പോഴൊക്കെ പ്രശ്നമാണ്. എനിക്കറിയാം ഇത് പണിയാണ്. എന്ത് പ്രശ്നം? എന്തോന്ന് പിള്ളേരിതൊക്കെ. എന്തോന്നമ്മ, ഒരു പ്രശ്നവും ഇല്ല. നോക്ക്, ടെൻഷൻ അടിച്ച് വേർത്ത് ഒഴുകി. പ്രശ്നം ഇല്ലെങ്കിൽ ഓക്കെ, പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അത് തന്നെയാണ് അമ്മയുടെ ആവശ്യം. ഒന്നും ഉണ്ടാവത്തില്ല അമ്മ. ഇങ്ങനെ ഇരിക്കില്ലേ അമ്മ, കാണാനൊരു സുഖം. ഉഷാറായിട്ട് അമ്മ ഈ മൂഡോട്ടൊക്കെ മാറ്റിട്ട് വാ, നമുക്ക് റീൽസ് എടുക്കാം. ഒരു ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ശരിയാവും. പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റിയ മൂഡ് ഇപ്പൊ. അമ്മ നാട്ടിൽ പോണ കാര്യം നമുക്ക് ഓർമ്മയിട്ടല്ല. അത് അച്ഛൻ വന്നിട്ട് പോയാ പോയി. അറിയാലോ അച്ഛന്റെ കാര്യം എത്ര പ്രാവശ്യം മാറ്റി വെച്ചു. അമ്മ പറയണേ അമ്മ അച്ഛൻ്റെ അടുത്ത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും പറ്റൂല എന്ന് തോന്നുന്നു. എപ്പോഴും പറ്റിക്കുന്നത്. അമ്മ വിചാരിച്ചാ നടക്കും. ചുമ്മാ ഒന്നും എന്ത് രവിയേട്ടൻ മൈൻഡ് ചെയ്താ പോന്നെ? ഇത്രയും 3 പേര് ഇരിക്കുന്ന കണ്ടിട്ട് എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് ചെയ്താൽ പോകില്ല. അല്ലെങ്കിൽ അവിടെ മുറ്റത്തുനിന്നേ മണീന്ന് വിളിച്ചോണ്ട് വരുള്ളൂ. എന്റെ അമ്മ, ഇത് ബാങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും. പക്ഷെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. ബാഡി എന്താണെന്ന് ചോദിക്കാം. രവിയേട്ടാ, രവിയേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛ പിന്നെ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കണ? കാര്യം പറ അച്ഛാ. ഒന്നുമില്ല മോളെ, അച്ഛൻ ചുമ്മാ ഇരിക്കട്ടെ കുറച്ചു നേരം. രവിയേട്ടാ, കാര്യം പറ. എന്ത് പ്രശ്നം പറ. ഒന്നുമില്ല, നിങ്ങൾ പോ. ഒന്നുമില്ലാതെ ഇരുന്നോട്ട് പണി കുറച്ചു നേരം. ഒന്നുമില്ലാത്ത ഇങ്ങനെയാണ് പെരുമാറുന്നേ? അല്ലല്ലോ, എന്തോ വ്യത്യാസമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. പറ, കാര്യം എന്താണെന്ന്. ഒന്നുമില്ലെന്നേ, എനിക്ക് അസുഖമൊന്നും ഇല്ലെന്ന്. പിന്നെ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് കുറച്ചു വല്ല പ്രശ്നമുണ്ടോ ഓഫീസില്? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മുഖം ഇങ്ങനെ ആക്കി വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവൂ. വർക്ക് ഇന്ന് കൂടുതലായിരുന്നു, അതിന്റെ ടെൻഷൻ ആണോ? ഒന്നുമില്ല, ഒരു മൂഡ് ഓഫ്. മൂഡ് ഓഫിന്റെ കാര്യം പറയേ. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായിരിക്കാം. അമ്മ ഒന്നാമത് നല്ല ടെൻഷനിലിരിക്കുകയാണ്. വല്ല തലവേദന വല്ലതും? അമ്മയ്ക്ക് ടെൻഷൻ? അത് അമ്മയുടെ ഒന്നുമില്ല. എനിക്ക് ചുമ്മാ പിള്ളേർ ഒന്നുമില്ല. രവിയുടെ എന്താണ് പ്രശ്നം എന്ന് പറ. ഒന്നുമില്ല മണി. തലവേദന പറ. ഞാൻ ചായ എടുക്കട്ടാ?
ചായ ഒന്നും വേണ്ട. വാ ചായ കുടിക്കാം. ചായ കുടിച്ചല്ല കുഴപ്പമില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരുന്നാ മതി. ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഞാൻ ശരിയാവും. മോളെ ഒന്നുമില്ല, പേടിക്കണ്ട. പൊന്നച്ഛനല്ലേ പ്ലീസ്. പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ടെൻഷൻ അടിക്കുന്നേ. ഞങ്ങൾ ഇനി എന്തൊക്കെ ആലോചിച്ചു കൂട്ടും. അതെ, ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വിഷമിക്കൊന്നുമില്ല. അത് ഓഡിറ്റ് കഴിഞ്ഞപ്പോഴേ അക്കൗണ്ട്സിലൊക്കെ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്റെ മിസ്റ്റേക്ക് അല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്റെ ഒരു മെമ്മോ തന്നു. എന്തിന്? ഒരു എൻക്വയറിക്ക് കുറച്ച് ഒരാഴ്ചത്തേക്ക് ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. എൻക്വയറി ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് പണി. ഞാനെല്ലാം കറക്റ്റായിട്ടാ ചെയ്തത്. ദൈവമായിട്ട് ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നമ്മളെ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോ എല്ലാം ശരിയാവൂലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. അച്ഛനൊന്നും ചെയ്യാതെ പിന്നെ അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ കിട്ടിയ? എന്ത് കഷ്ടം. അവിടെ ആർക്കും ഒന്നും അറിഞ്ഞൂടായിരുന്നാ? എല്ലാവർക്കും അറിയാം, പക്ഷെ എന്തോ കണക്കിലെന്തോ ഒരു അപാകത എൻക്വയറി സോണൽ ഓഫീസിൽ നിന്ന് ഇനി അതൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേറെ 2 പേർക്കും കൂടെ ഉണ്ട്, എന്റെ സ്റ്റാഫ് സെക്ഷനിലുള്ളവർ. ഒരു പ്രശ്നവും വരൂല, ഇതൊക്കെ ശരിയാവും. രവിയുടെ ടെൻഷൻ അടിച്ചിങ്ങനെ രവിയുടെ മുഖം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ഇങ്ങനെ ആവുന്ന ആവശ്യമുണ്ടോ? പെട്ടെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്. അപ്പോഴും ഒരു വിഷമം ഉണ്ടായി, അത്രേ ഉള്ളൂ. ഓക്കെ ആവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ ആവും അച്ഛാ. ചായ ഉണ്ടാക്കി തരാം. അച്ഛ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവും. അപ്പൊ ആദ്യം അച്ഛൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ചായ ഒക്കെ കുടിക്കാം. നിങ്ങൾ ഇനി ഇതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഒന്ന് ഫ്രഷ് ആയി വരാം. റിലാക്സ് കേട്ടാ. ഒന്നുമില്ല മോളെ, നീ വിഷമിക്കാതെ. അമ്മ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവാണെന്ന്. ഇത് തന്നെ. അതെ, കൂട്ടി കുഴക്കരുത്. ആ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇത്. ഇതിലെല്ലാം നിൽക്കുന്നത് എന്തോ വലിയത് വരാൻ പോകുന്നുള്ളൊരു തോന്നൽ വരെയാണ് എനിക്ക്. അച്ഛൻ അച്ഛൻ്റെ റെപ്യൂട്ടേഷനാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ആ പേര് കളഞ്ഞു കിട്ടുന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ഇപ്പൊ ഈ പ്രശ്നം വന്നതിന്റെ പേരിൽ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെ തോന്നലാണ് വരണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ, നമുക്ക് ഊഹിക്കാൻ പറ്റൂല അത് എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടാൻ പോണെന്ന്. മക്കളെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അച്ഛനെ നല്ലോണം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ പുറകെ എപ്പോഴും നിങ്ങളുടെ 2 കണ്ണുകളും ഉണ്ടാവണം കേട്ടോ. അമ്മയെ ശ്രദ്ധിക്കും, മക്കളും ശ്രദ്ധിക്കണം കേട്ടോ. ഈശ്വരാ, ഒന്നും വരുത്തരുതേ. ഒന്നും വരൂല അമ്മ, ടെൻഷൻ ആവാതെ. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷൻ ആവും. അച്ഛൻ വല്ല കടുകയും ചെയ്യും. ചുമ്മാ നെഗറ്റീവ് അടിക്കാതെ. നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ദിവസത്തേക്ക് അച്ഛനെ ഒന്ന് സമാധാനത്തിൽ, അച്ഛൻ്റെ മനസ്സിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അച്ഛനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അറിയാലോ അച്ഛൻ്റെ കാര്യം. അമ്മ പറഞ്ഞത് സത്യം തന്നെ. റിങ്കി മൂക്കച്ച കയറോട്ട് നിൽക്കുന്നത്. അതൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആവശ്യത്തിന് ഇത് അച്ഛനടുത്ത് ചോദിക്കാനും പറ്റൂല. നീ ഒരു കാര്യം ചെയ്യും, പോയി ചോദിച്ചു. ഞാൻ ചോദിക്കാനോ? അതെങ്ങനെ ചോദിക്കാം? അമ്മ പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ റിങ്കി? അമ്മ പറഞ്ഞില്ലേ അച്ഛൻ ഇങ്ങനെ നിരീക്ഷിക്കണം, പക്ഷെ അത് അച്ഛൻ അറിയരുതെന്ന്. നീ കാഷ്വലായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പം യാദൃച്ഛികമായിട്ട് കാണുന്ന പോലെ നിരീക്ഷിക്കണം എന്ന് തോന്നിയും ചെയ്യരുത്. ഞാൻ വരുന്നില്ല, നീ പോയി അമ്മയെ വിളിച്ചിട്ടാ. ഓക്കെ, ഞാൻ പോയി നൈസായിട്ട് കയറ് മേടിക്കാൻ പറ്റും. ഓക്കെ, കൊച്ചു കാണല്ലേ. പോ, ഒന്ന് താളം ചോട്ടത് പോ. എന്താ കയറൊക്കെ ആയിട്ട്? ഇതേ അവിടെ അയ പൊട്ടി കിടക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ കെട്ടാന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ച് കെട്ടാന്ന് വിചാരിച്ചു.
പക്ഷെ എത്തത്തില്ല മോളെ. അപ്പൊ പിന്നെ അങ്ങ് ചുറ്റി വെച്ചേക്കാന്ന് വിചാരിച്ചു. കുരുക്കൊക്കെ ആയി. ശരി, ഇങ്ങടുത്തേക്ക് ഞാൻ ചുറ്റി വയ്ക്കാം. ഞാൻ വെച്ചോളൂ. അല്ല കുഴപ്പമില്ല, ഞാൻ ചുറ്റി വയ്ക്കാം. അച്ഛനെ അമ്മ ചായ കുടിക്കാൻ വിളിക്കണേ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട മോളെ. എന്താ അച്ഛാ ചായ വേണ്ടാത്തത്? അമ്മ ഇത് കേക്കണ്ട കേട്ടാ. അച്ഛൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞ അമ്മ ഭയങ്കര പരാതിയാണ്. ചായയെങ്കിലും കൂടി പോ. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളൂ. കയറൊക്കെ ആയിട്ട് മനുഷ്യനെ അത് കുരുങ്ങി പോയി. ഞാൻ ശരിയാക്കിയതൊക്കെ. എന്ത് ഇതിന്റെ അറ്റ എവിടെ? ചായ വേണ്ട മോളെ, എനിക്ക് കുടിക്കാൻ തോന്നുന്നു. അമ്മ 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 തിരക്കിലായിരിക്കും, വിളിക്കണ്ട. ചായ പറയാ. അമ്മ അമ്മ അത് തിരക്കിലായിരിക്കും മോളെ. അമ്മ വരട്ടെ. അമ്മ അച്ഛനെ ചായ എടുത്തു വെച്ചിട്ടില്ലേ? അപ്പം വിളിക്ക്. ഞാൻ പറയായിരുന്നു അച്ഛൻ്റെ അടുത്ത് ആ കാര്യം. എനിക്ക് ചായ വേണ്ട മണി. ഇപ്പം ഇല്ല, ചായ എടുത്ത് തണുത്തു. ഞാൻ ഇതൊന്ന് ചുറ്റി വെച്ചിട്ട് വരാം. അത് അവള് ചെയ്യും. വാ രവിട്ട് വാ. അച്ഛൻ വാ അച്ഛാ, വാ. ദൈവമേ, ഇത് ഞാൻ ചുറ്റി വെക്കണേ. ഇങ്ങനത് അമ്മ 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 ഓ അയ്യോ അമ്മ. ചേച്ചി, ഞാനേ എത്ര നേരം കൊണ്ട് മണിക്കുട്ടം അവനെ വിളിക്കണം അറിയോ? എന്തിന്? ഒരു കാര്യത്തിന്. മനസ്സിലായി. നീ എന്തിനാണ് മണിക്കുട്ട മാമനെ വിളിക്കുന്നതെന്ന്. നാട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള തൊരയായിരിക്കും അല്ലയോ? അത് മാമനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാമൻ ഫോൺ എടുക്കാത്തത്, ഇങ്ങോട്ട് വരാത്തത്. ഓ എടി, നീ എന്നെ അങ്ങനെ എരികേറ്റാനൊന്നും ശ്രമിക്കൊന്നും വേണ്ട. എടി, നമ്മൾ നാട്ടിലോട്ടൊക്കെ പോയിട്ട് എത്ര നാളായി. വെക്കേഷൻ എങ്കിലും പോവാന്ന് വിചാരിച്ചു. ആര് കൊണ്ടുപോകാനടേ? മാമന് തിരക്കൊക്കെയാണ്. ആര് കൊണ്ടുപോകാനെന്ന് അച്ഛൻ്റെ അടുത്ത് പറയണം. മാമന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ മാമ പോണ വഴികളിൽ ഇങ്ങോട്ട് വരണമില്ല. എന്ത് കഷ്ടമെന്ന് ചോദിക്കണേ. നമ്മൾ എവിടെയെങ്കിലും പോയോ വെക്കേഷൻ ആയിട്ട്? ഒരിടത്ത് പോയില്ല. ഞാൻ കാർത്തൂന്റെ കൂടെയെങ്കിലും എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചു. കാർത്തൂന്റെ അടുത്ത് പോയപ്പോഴേക്കും കാർത്തു പോയി അവളുടെ ബന്ധുക്കളുടെ വീട്ടില് സിനിമ കാണാൻ, അത് ഇത് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കുക. അവളെ കിട്ടാനില്ല. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാത്തുപോയതിന്റെ അസൂയല്ലേടി നിനക്ക്? അങ്ങനെ അസൂയൊന്നുമല്ല. പിന്നല്ലാതെ അവൾ അവിടെ പോയി അവൾ ഇവിടെ പോയി എണ്ണി പറയുന്നത് എന്ത്? എടി അതൊന്നുമല്ലടി. അവള് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ തള്ളു മൊത്തം ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. ഞാൻ അവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. അപ്പൊ നിനക്ക് തള്ളാനായിട്ട് ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായി. ഞാൻ എന്തോ ചെയ്യും? നീ വിളിച്ചു നോക്കിയാ? ആര്? മാമനെ ഞാൻ വിളിച്ചോ? കിട്ടണ്ടേ? ഞാൻ വിളിച്ചൊക്കെ നോക്കി, കിട്ടണില്ല. നീ വൈകിട്ടേ വിളിച്ചു നോക്കാം. എന്തോ നടി? അച്ഛൻ അച്ഛൻ എന്തോ പിള്ളേരെ പറ. എന്തോന്ന് കാണിക്കണേ? എന്തോ എന്തോന്ന് മണി? അച്ഛൻ ഇവിടെ? നിങ്ങൾ എന്തിവിടെ കാണിക്കണത്? എടിതാ ഇതുണ്ട്. ആ സൺസൈഡ് നിറയെ ഇതുപോലത്തെ സാധനങ്ങൾ വീണ് കച്ചടകൾ നിറഞ്ഞു കിടക്കുക. അത് മഴ വരുമ്പോണ്ടല്ലോ, ഇനി ആ ഓവ് അടഞ്ഞിട്ട് വെള്ളം പോകാതെ അവിടെ കെട്ടിക്കിടക്കും. അത് ഭിത്തിക്കൊക്കെ കേടാണ്. ഇന്നത് ആദ്യം പറയണ്ടേ? പറയാ, നിങ്ങളെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഞങ്ങളും പേടിച്ചു പോയി. ഇങ്ങനെ കാണിക്കാവോ അച്ഛാ? ഒരു മാരത്തൊന്നും പറയാതെ വിടാ. ഒരു സ്വസ്ഥതയില്ല. എന്തോന്നിത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ. അച്ഛൻ ഇങ്ങനെ ആരും പറയാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനങ്ങനെ വീട് കഴിഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ കൊച്ചുകുട്ടിയാ, എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ മനുഷ്യന്റെ കാര്യം കേട്ടാ പറയാൻ പറ്റുമോ? കാക്കയൊക്കെ കൊത്തി ചിരട്ട അതും ഇതൊക്കെ കൊണ്ടിട്ടിരിക്കുക ഇവിടെ. അതൊരു കമ്പെട്ട് കുത്തി എടുത്താ പോരെ? ഇങ്ങനെ എത്തുന്നേ ഞാൻ ഇങ്ങനെ എടുത്താ കുഴപ്പമൊന്നും. അച്ഛൻ ഒന്ന് എടുക്കട്ടെ. അച്ഛൻ പോയാണ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് ഞാൻ ഉള്ളപ്പോ ഇതൊന്നും അച്ഛൻ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. ചെയ്തോളാം. പോ. ഒരു സമാധാനം തരില്ല. എന്തോന്ന് മക്കളെ ഇതൊക്കെ? അയ്യോ പേടിച്ച്. എടി വാ, നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം.
ഒരുമിച്ച് ചെയ്താൽ പെട്ടെന്ന് തീരോടി വാ. ആണോ? ആര് പറഞ്ഞു ക്ലീൻ ചെയ്യാന്ന്? നീ എന്നെ പറഞ്ഞോ, ഞാൻ ഇരിക്കല്ലോ അച്ഛോ, ഞാൻ അങ്ങ് ക്ലീൻ ചെയ്യാന്ന്. അയ്യോ ഞാനൊരു 5-ന് പറഞ്ഞു. 5-ന് മക്കൾ എന്തായാലും പറഞ്ഞല്ലോ, അങ്ങ് ക്ലീൻ ചെയ്തോ, എനിക്ക് വയ്യ. ദുഷ്ടം. ഇപ്പൊ എന്തോ ഇരിക്കുന്നു ക്ലീൻ ചെയ്യാന്ന്? നീ ഇങ്ങനെയൊക്കെ കിടന്ന് അതൊക്കെ ആര് കാണുന്നു? അയ്യോ അമ്മ. അച്ഛാ അച്ഛാ എന്തോന്ന് ഇവിടെ ചെയ്യണേ? എന്തോന്ന് എന്തോ ചെയ്യുന്ന രവിയേട്ടാ? ഫാൻ കറങ്ങുന്നില്ല, അതൊന്ന് ശരിയാക്കാനായിട്ട്. ഫാൻ കറങ്ങുന്നില്ല, ഇലക്ട്രീഷ്യനെ വിളിക്കണം നേരത്തെ പറഞ്ഞ കാര്യമല്ലേ? ഇപ്പൊ വീണ്ടും എന്തിനാ ചെയ്യണേ? എന്തിനാ ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത്? ഞാൻ ചെയ്താ പോരെ? വെറുതെ വിളിച്ച് പൈസ കൊടുക്കണോ? രവിയേട്ടൻ ഇലക്ട്രീഷ്യൻ അല്ലല്ലോ, ഇലക്ട്രിക് പണി അറിയുന്ന ആളും അല്ലല്ലോ. സ്ക്രൂ ഡ്രൈവറൊക്കെ തന്നെ വേണു അങ്ങനെ വിളിക്കാം. അച്ഛൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യണ്ട. എന്റെ മണി വേണമെങ്കിലും വിളിക്കണ്ട, ഇത് ഞാൻ നോക്കട്ടെ. എട്ടടിക്കും അച്ഛാ. ഇവിടെ മൊത്തം എർത്താണ്. അറിയാലോ ഇവിടെ അല്ലെങ്കിൽ. ഒരു കുഴപ്പമില്ല, ഞാൻ പാല് തൊട വരെ ചെയ്ത്. അയ്യോ അതെ. രവിയേട്ടൻ എന്താ ഉദ്ദേശം? എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു ഇതുവരെ ചെയ്തോ? എന്നാ നീ വിളിച്ചോ വേണമെങ്കിൽ ഇതുവരെ? ഞാൻ വിളിച്ചോളാം. ഓ വിളിച്ചോളാം. ഒരു ആ ഫാൻ നോക്ക്, അഴുക്ക് നോക്ക്, അതുപോലും ക്ലീൻ ചെയ്യില്ല. എത്ര ദിവസമായിട്ട് ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ ശരിയാക്കായിരുന്നു, അഴിച്ചു നോക്കാം. ഈ ബോർഡ് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അത് അഴിച്ചൊന്ന് നോക്കണ്ട, ഈ അഴിച്ചു നോക്കും പിന്നെ അത് ഷോക്ക് അടിച്ച് എന്ത് ചെയ്യോ? രവിയേട്ടാ സാഹസം കാണിക്കല്ലേ? അത് ആളെ വിളിച്ച് അതിനകത്ത് എന്തോ പാട്ട് മാറ്റേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലെന്ന് അറിയാന്നുള്ള കാര്യം മാറ്റിയാ മതി, അതിന്റെ പ്രശ്നമായിരിക്കും. അതെ, അത് ഇത് ഈ സ്വിച്ച് ബോർഡിന്റെ കംപ്ലൈന്റ് ആണെങ്കിലോ? അല്ല അച്ഛൻ ആവശ്യമില്ലാത്ത പണികൾ ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. രവിയേട്ടാ സ്വിച്ച് ബോർഡ് ആണെങ്കിലും നമ്മളല്ലല്ലോ ചെയ്യേണ്ടത്, അത് ജോലി അറിയാതുള്ള ആളെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത്. എന്താ രവിയേട്ടൻ ചെയ്യണ്ട? അച്ഛാ ബാങ്കിലെ പണി ചെയ്യാനായിട്ട് സമ്മതിക്കൂല അമ്മയും മക്കളും. ഒരു കാര്യം പറഞ്ഞു അവിടെ ഇട്ട് അങ്ങോട്ട് വാ. എടി റിങ്കി 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 എന്ത് പണി? അച്ഛൻ എന്താ ജംഗ്ഷനിലോട്ട് പോ റെഡി ആവണം. എന്തിനാ എനിക്ക് അറിയൂടെ. ഞാൻ ചോദിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല, ചുമ്മാ പോണം. രവിയേട്ടൻ എങ്ങോട്ട് പോണം? ഞാൻ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. എന്തിന്? ഇവിടെ ഇരുന്ന് ബോറടിച്ച് വായി, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ ജംഗ്ഷൻ പോണ്ട് ഒരു ആവശ്യമില്ലല്ലോ. ബോറടിക്കുമ്പോ ജംഗ്ഷനിലാണോ പോകുന്നത്? എന്തോന്ന് ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും പോവാം അല്ലേ? അതെ നമുക്ക് എല്ലാവർക്കും കൂടി ജംഗ്ഷനിൽ പോവാം. എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാരും പെട്ടെന്ന് ഇറങ്ങ്. നമുക്കൊരു ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെയൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്. എന്തോന്ന് മണി ഇത്, ഞാൻ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. കാരണം എല്ലാരും കൂടെ വരാൻ പോകും. എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാരും കൂടെ വരണ്ട, പിങ്കി കൂടെ വരും. മക്കൾ പോയിട്ടാ? എന്തിന്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇടവും വലവും തിരിയാതെ എന്നെ ഇങ്ങനെ നിരീക്ഷിക്കുക. എന്തോന്ന് മണി ഇത്? ഒരു സ്വസ്ഥതയില്ല ഇവിടെ. അത് രവിയേട്ടൻ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അത് എന്നെ ബാധിക്കും. എനിക്കൊരു വല്ലാത്ത ഫീൽ വരും. ഞാനാണ് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ രവിയേട്ടനൊന്ന് ശ്രദ്ധിച്ചോളാം. നീ എന്തോന്ന് മണി, നീ എന്ത് വിചാരിച്ച എന്നെ പറ്റി? ഞാൻ തൊട്ടപാടിയാണെന്നാ? അന്ന് ഞാൻ എല്ലാം തകർന്നിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. മണി, എനിക്കറിയാം എന്റെ പേരിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ആവും. ബാങ്കിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നറിയാം. അല്ലാതെ ഞാൻ ചാടിക്കയറി എന്തെങ്കിലും കടുങ്കൈ കാണിക്കാൻ പോകുന്നില്ല. അത് അച്ഛനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചത് അമ്മ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കല്ലേ അച്ഛൻ. അതുകൊണ്ടാണ് ഞങ്ങള് അച്ഛൻ നേരത്തെ കയറുമായിട്ട് ഇവിടെ നിന്നില്ലേ, അപ്പോഴേക്കും തൂങ്ങിച്ചാവാൻ പോകാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ അച്ഛൻ മോളില് ടെറസിൽ നിന്നല്ലോ, അപ്പൊ ഞാൻ ചാടാൻ വേണ്ടി വല്ല കൈയും കാലം ഒടിഞ്ഞാൽ ഞങ്ങൾ തന്നെ വേണ്ടേ? മക്കളെ കേട്ടോ, മനുഷ്യന്റെ കാര്യമല്ലേ, എങ്ങനെയാണ് ഓരോ സമയത്ത് ഡീൽ ചെയ്യുക പ്രശ്നങ്ങളെ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടുള്ളത് ആദ്യം കാരണമാണ്. നിങ്ങളുടെ ടെൻഷൻ തന്നെ. ഹലോ ഹലോ സാർ, അതെ രവീന്ദ്രനാഥാണ്. ആണോ? ആ സാർ, സാർ താങ്ക് യു വെരി മച്ച്. അതെയോ? എനിക്കറിയായിരുന്നു സാർ. ശരി സാർ. ഓ താങ്ക് യു സാർ. ഒന്നുമില്ല, ഇവിടെ എല്ലാരും കൂടെ എന്നെ അങ്ങ് മണി ഇപ്പൊ സോണൽ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്ത് കാര്യം? എന്റെ പേരിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, എനിക്കൊരു മാറ്റിയാണ്.
അവരുടെ പേരിലാണ് കുഴപ്പം. ഞാൻ ഇതിൽ ഇന്നസെന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പിന്നെ നാളെ എനിക്ക് ജോലിക്ക് പോവാം. ഞാനും ഒന്ന് പേടിച്ചു പോയി സത്യത്തിൽ. ദൈവമേ, രവിയേട്ടന് സ്വന്തം പേരിന്റെ ചീത്തയാവുന്ന ഒരു കാര്യവും സഹിക്കാൻ പറ്റില്ല, വേറെ എന്ത് സഹിക്കും? ദൈവമേ, സമാധാനമായത്. എന്റെ ആറ്റോലമ്മച്ചി ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. നമുക്ക് അമ്പലത്തിലൊക്കെ പോവാം. പിന്നെ തീർച്ചയായിട്ടും പോകാം. മറ്റല്ലേ പോണം. എന്തെങ്കിലും വാങ്ങിക്കണോ? പിന്നെ ട്രീറ്റ് വേണ്ടേ? പിന്നെ ഉറപ്പല്ലേ? ഞാൻ പിന്നെ അങ്ങ് വേറില്ലേ? എന്നാലും ശരി, റെഡിയാവും. നമുക്ക് പോയി ഒന്ന് പുറത്തൊക്കെ റൗണ്ട് ചെയ്ത്